ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് അമ്മയുടെ കൈപുണ്യം. എങ്കിൽ നമുക്ക് ഒട്ടും വൈകണ്ട കഥയിലോട്ട് പോകാം. ഗ്രാമത്തിലെ ചെറിയൊരു ഇടവക പള്ളിയിലെ അംഗമായിരുന്നു മറിയാമ്മ ചേടത്തി. ഭർത്താവ് മരിച്ചതിനു ശേഷം തന്റെ ഏക മകൻ സ്റ്റീഫനെ വളർത്താൻ അവർ ചെയ്യാത്ത ജോലികളില്ല. പള്ളിയിലെ മുറ്റം തൂക്കുന്നതും കപ്പ അരിയുന്നതും കാറ്ററിംഗ് യൂണിറ്റുകളിൽ പാത്രം കഴുകുന്നതുമെല്ലാം സ്റ്റീഫനെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സ്റ്റീഫൻ പഠിച്ച് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ അവർ നഗരത്തിലോട്ട് താമസം മാറി. മകന്റെ കൂടെ നഗരത്തിലെത്തിയ മറിയാമ്മ ചേടത്തിക്ക് ആ ഫ്ലാറ്റിലെ ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല. മകനും മരുമകൾക്കും അമ്മയുടെ പഴയ ശീലങ്ങളും ഗ്രാമത്തിലെ രീതികളും ഇഷ്ടപ്പെട്ടില്ല. ഫ്ലാറ്റിൽ വിരുന്നുകാർ വരുമ്പോൾ അമ്മ അടുക്കളയിൽ തന്നെ ഇരിക്കണമെന്ന് സ്റ്റീഫൻ കർശനമായി പറഞ്ഞു. അമ്മയുണ്ടാക്കുന്ന നാടൻ ഭക്ഷണത്തെക്കാൾ അവർക്ക് പ്രിയം ഓൺലൈനായി ഓർഡർ ചെയ്യുന്ന ഭക്ഷണത്തോടായിരുന്നു. അമ്മേ, ഇതൊന്നും ഇപ്പോൾ ആരും കഴിക്കില്ല. അമ്മ ചുമ്മാ അടുക്കളയിൽ കയറി സമയം കളയണ്ട എന്ന് സ്റ്റീഫൻ പലപ്പോഴും അമ്മയോട് ദേഷ്യപ്പെടുമായിരുന്നു. ഒരു ദിവസം സ്റ്റീഫന്റെ വീട്ടിൽ അവന്റെ കമ്പനിയിലെ വലിയ ഉദ്യോഗസ്ഥർക്കായി ഒരു വിരുന്നൊരുക്കി. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം ഓർഡർ ചെയ്തത്. പക്ഷേ അവസാന നിമിഷം ഭക്ഷണം എത്തിക്കാൻ ഹോട്ടലുകാർക്ക് സാധിച്ചില്ല. സ്റ്റീഫൻ വല്ലാതെ പരിഭ്രമിച്ചു. വിരുന്നുകാർ വീട്ടിലെത്തിക്കഴിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന മകനെ കണ്ട് മറിയാമ്മ ചേടത്തി പതുക്കെ അടുത്തു ചെന്ന് പറഞ്ഞു, മോനെ, നീ പരിഭ്രമിക്കേണ്ട, അമ്മ വേഗം എന്തെങ്കിലും ഉണ്ടാക്കാം. വേറെ വഴിയില്ലാത്തത് കൊണ്ട് സ്റ്റീഫൻ അത് സമ്മതിച്ചു. മറിയാമ്മ ചേടത്തി അടുക്കളയിൽ കയറി തന്റെ സ്നേഹം മുഴുവൻ ചേർത്ത് നാടൻ രീതിയിൽ ഭക്ഷണമുണ്ടാക്കി. വിരുന്നുകാർക്ക് ആ ഭക്ഷണം വിളമ്പിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഏത് ഹോട്ടലിൽ നിന്നാണ് ഇത് നീ വാങ്ങിയത്? അവർ ഓരോരുത്തരും സ്റ്റീഫനോട് ചോദിക്കാൻ തുടങ്ങി. സ്റ്റീഫൻ മടിയോടെ പറഞ്ഞു, ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. ആ വിരുന്നുകാർ മറിയാമ്മ ചേടത്തിയെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞു. നിങ്ങളുടെ അമ്മയുടെ കൈകളിൽ ഈശോയുടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് അവർ പറഞ്ഞപ്പോൾ സ്റ്റീഫന്റെ തല കുനിഞ്ഞു പോയി. തന്റെ അമ്മയുടെ സ്നേഹത്തെയും കഴിവിനെയും താൻ എത്രമാത്രം അവഗണിച്ചുവെന്ന് അവൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. വിരുന്നുകാർ പോയതിനു ശേഷം സ്റ്റീഫൻ അമ്മയുടെ അടുത്തു ചെന്നു. അമ്മ അപ്പോഴും അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്നു. സ്റ്റീഫൻ അമ്മയുടെ വിറയ്ക്കുന്ന കൈകൾ പിടിച്ചു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ വില ഞാൻ അറിഞ്ഞില്ല. എന്നെ വളർത്താൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ എൻ്റെ ഈ പണവും പദവിയും ഒന്നുമല്ല അമ്മേ. അമ്മ മകനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോനെ, അമ്മമാർക്ക് മക്കളുടെ സ്നേഹം മാത്രം മതി. നിന്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അന്നു മുതൽ സ്റ്റീഫന്റെ വീട്ടിൽ അമ്മ വെറുമൊരു സാന്നിധ്യമല്ലായിരുന്നു, ആ വീടിന്റെ ഐശ്വര്യമായിരുന്നു. അമ്മയെ ബഹുമാനിക്കാത്ത ഒരാൾക്കും ജീവിതത്തിൽ സമാധാനം കിട്ടില്ലെന്ന് അവൻ തന്റെ സുഹൃത്തുക്കളോടും പറയാൻ തുടങ്ങി. ഈ തിരിച്ചറിവാണ് സ്റ്റീഫനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയത്. അമ്മയോടൊപ്പം പള്ളിയിൽ പോകുവാനും അമ്മയുണ്ടാക്കിയ ഭക്ഷണം ആസ്വദിക്കുവാനും അവൻ സമയം കണ്ടെത്താൻ തുടങ്ങി. ദൈവത്തിന്റെ അനുഗ്രഹം ആ വീട്ടിലോട്ട് ഒഴുകിയെത്തി. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങളുടെ അമ്മമാരുടെ കണ്ണുനീർ വീഴ്ത്തരുത് ഒരിക്കലും. അവർ നിങ്ങൾക്കായി ചെയ്ത ത്യാഗങ്ങൾക്ക് പകരമായി അവർക്ക് നൽകാൻ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ ഒരിക്കലും മറക്കരുത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ നമുക്ക് അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം.